നമസ്കാരം. കൊല്ലം കൊല്ലം മണ്ഡലം നിയമസഭാ മണ്ഡലം ഇത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കൊല്ലം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടി നടന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാരെ എങ്ങനെ ആരെയൊക്കെ എവിടെയൊക്കെ വിന്യസിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആകപ്പാടെ സംശയോന്മുഖമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്. LDFനെ സംബന്ധിച്ചല്ല, UDFനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. കാര്യം കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ കരഞ്ഞ് കാല് പിടിച്ച് കിടന്ന് നിലവിളിച്ചും കുറേ ആൾക്കാരെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ, എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി കരഞ്ഞ് കെട്ടിപ്പിടിച്ച് എൻ്റെ മോളെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വലിയ കരച്ചിലും ബഹളവും ഒക്കെയായി നടത്തിയിട്ടാണ് ബിന്ദു കൃഷ്ണ ഒടുവിൽ M മുകേഷിനെതിരായി ഒരു സീറ്റ് അവിടെ UDFന്റെ ഒപ്പിച്ചെടുത്തത്. അങ്ങനെ സീറ്റ് ഒപ്പിച്ചെടുത്തതിന് ശേഷം ബിന്ദു കൃഷ്ണയ്ക്ക് പക്ഷേ വളരെ ദയനീയമായ തോൽവി എന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും നേരിയ ഒരു തോൽവി നേരിടേണ്ടി വന്നു. അതായത് 2072 വോട്ടുകൾക്ക് മുകേഷിനോട് പരാജയപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന വനിതാ നേതാവ് താരന്നാണ് പോയി, അല്ലെങ്കിൽ വീണുപോയി. അപ്പോൾ അതോടുകൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്ന് വിജയിക്കാമല്ലോ എന്നൊരു തോന്നൽ. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഞങ്ങൾക്ക് വിജയിക്കാം, കാരണം 2000-ലേക്ക് ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തവണ എത്തുമ്പോഴേക്ക്, കാരണം പൊതുവിൽ ഈ 10 വർഷത്തെ LDFന്റെ ഭരണപ്രകാരം ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം മുകേഷ് MLAക്കെതിരായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില സിനിമാ പ്രവർത്തകരായിട്ടുള്ള വനിതകൾ ഉയർത്തിയിട്ടുള്ള, ചില സഹനടിമാർ ഉയർത്തിയിട്ടുള്ള പരാതികൾ, അതിൻ്റെ പേരിലുള്ള കുറ്റപത്രം തുടങ്ങിയ നിരവധി ആയ കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ LDFന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് UDF കേന്ദ്രം കരുതുന്നത്. അപ്പോൾ അങ്ങനെ UDF കേന്ദ്രങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നതിനോട്, അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട്, ഈ പറയുന്ന പോലെ NK പ്രേമേന്ദ്രനെയോ അല്ല വേറെ ആരെയെങ്കിലും മത്സരിപ്പിക്കാതെ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ശക്തനായ ഒരു നേതാവിനെ അവിടെ രംഗത്തിറക്കിക്കൊണ്ട് കൊല്ലം മണ്ഡലം UDFൻ്റെതാക്കി തീർക്കാനുള്ള ഒരു അണിയറ പണികൾ UDF ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ പുതിയ തലവേദന വന്നിരിക്കുന്നു. അതായത് ഒരു തലവേദന വന്നു, RSPക്ക് ആ സീറ്റ് വേണം, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള പുനലൂർ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളുമായി RSP രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അവിടെ മത്സരിക്കാൻ ഈ പറയുന്ന പോലെ NK പ്രേമേന്ദ്രൻ തയ്യാറാണ്. അവിടെ നിന്ന് ലോക്സഭാ അംഗത്വം രാജിവെച്ചിട്ട് ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചിട്ട് കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഒരു മന്ത്രിയാവുകയും വേണം. ഇതാണ് RSP ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയായി UDFന്റെ MP ആയി പോകുന്ന നമ്മുടെ NK പ്രേമേന്ദ്രന് ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയായി ഇരിക്കുക എന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചിന്ത കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും ദേശീയ തലത്തിൽ എന്ന് തന്നെയായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ കോൺഗ്രസിന് ഈ ഇത്തവണയും ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഉദ്ദേശിച്ച പോലെ മിന്നിത്തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയ മുന്നണിയാകട്ടെ നാഗണ്ട കഞ്ഞിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇനിയിപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ ഒരു മുന്നണി, ആ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി എന്തിന് ഞാൻ ബലി കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി സ്വാഭാവികമായും NK പ്രേമേന്ദ്രൻ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനിയും വേണ്ടത് ഇനിയിപ്പം അവിടെ കേന്ദ്രമന്ത്രി ആവുക എന്നുള്ളത് ഒരു അപ്രാപ്യമായ കാര്യമാണ്. എന്നാൽ എങ്ങനെയെങ്കിലും ഒരു ഊടുവഴി ഒരു മന്ത്രിസ്ഥാനത്തേക്കെങ്കിലും എത്താം എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം നടന്നത്. കുണ്ടറ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനമന്ത്രിയോടൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടുമൊക്കെ ആ തരത്തിൽ പ്രധാനമന്ത്രിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തനിക്ക് ഒരു മന്ത്രിയാകണം, അതിന് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ച് പുറന്തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. 2 MPമാർക്ക് കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരു MP പോകുന്ന വഴിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു MPക്ക് അവിടെ പോയി നിൽക്കാനുള്ള യോഗ്യത ഇല്ലത്രേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ഇളിഭ്യനായി മടങ്ങേണ്ടി വന്ന ഒരു നേതാവ് കൂടിയായി ഈ പറയുന്ന NK പ്രേമേന്ദ്രൻ അധപ്പതിച്ചു പോയി. അപ്പോൾ അങ്ങനെ NK പ്രേമേന്ദ്രൻ ഇനിയിപ്പോൾ കൊല്ലത്ത് നിന്ന് മത്സരിക്കാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ അവിടെ നിന്നാണ് മത്സരിച്ചത്. തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പുനലൂർ സീറ്റ് നൽകണം. പുനലൂരിൽ നിന്ന് അവിടെ നിന്ന് തനിക്ക് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തനിക്ക് എവിടെയെങ്കിലും സേഫായിട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ എവിടെയെങ്കിലും സേഫായ ഒരു സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം ഉയർത്തി.
ആവശ്യം ഉയർത്തിക്കൊണ്ട് തനിക്ക് എങ്ങനെ അടുത്ത 2026 പൊതുവിലുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ പിൻബലത്തിൽ UDF അധികാരത്തിലെത്തുകയും UDF അധികാരത്തിലെത്തുമ്പോൾ പൊതുവെ സീനിയറായ RSPക്കാരൻ എന്നുള്ള നിലയിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇദ്ദേഹത്തിന്റെ NK പ്രേമചന്ദ്രന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തനിക്ക് കൊല്ലം മണ്ഡലം കിട്ടിയാൽ മതി എന്നൊരു വാശി പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കാം, അല്ലെ എങ്ങനെയെങ്കിലും നയപരമായ ചില ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാം എന്ന ഒരു സാഹചര്യത്തിൽ UDF നേതാക്കന്മാർ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഘടന കൂടി രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതും ഈ പറയുന്ന UDFന്റെ ഘടകകക്ഷിയാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ രാഷ്ട്രീയ സമ്മേളനത്തിൽ അദ്ദേഹം, അതായത് UDFന്റെ ചെയർമാനായിരിക്കുന്ന VD സതീശൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഇനി നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ഞങ്ങൾ നൽകും എന്ന്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് CPM-ന് പ്രധാനികളിലായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സീറ്റ് നൽകിയിരുന്നു. നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, പിണറായി വിജയനെതിരായി ഒരാളെ മത്സരിപ്പിക്കാൻ, ഫോർവേഡ് ബ്ലോക്കിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അത് ജയിക്കാൻ വേണ്ടി അല്ല, പകരം ഒരു ബലിയായി കൊടുക്കുകയാണ് എന്ന് ഊഹിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും കഴിയും. അങ്ങനെ വന്നപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് ആ മത്സരത്തിൽ നിന്ന് പിന്മാറി. ആ സീറ്റ് തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഫോർവേഡ് ബ്ലോക്ക് ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴും നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യവും നൽകും എന്നുള്ള ആ ഒരു വാക്കിന്റെ ബലം ഇപ്പോഴുണ്ട്. അതിൻ്റെ പുറമേൽ ദേവരാജൻ എന്ന് പറയുന്ന കൊല്ലംകാരനായ നേതാവിനെ കൊല്ലത്ത് നിർത്തി മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് ഉയർത്തിയിരിക്കുന്നത്. അതായത് കൊല്ലം സീറ്റിന് വേണ്ടി RSPയും കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും തമ്മിലാണ് പ്രധാന കടുത്ത മത്സരം നടക്കുന്നത്. അപ്പം ദേവരാജൻ കൊല്ലംകാരനാണ്, കൊല്ലത്ത് നിന്ന് എനിക്ക് മത്സരിക്കണം, കൊല്ലത്ത് നിന്ന് മത്സരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തണം എന്നുള്ള തരത്തിൽ. അതേസമയം വേറൊരു പ്ലാൻ UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇവരെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ചാത്തന്നൂർ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചാലോ എന്നൊരു, അല്ലെങ്കിൽ അവിടെ നിർത്തി മത്സരിപ്പിച്ചാലോ, വിജയിപ്പിക്കുക എന്നുള്ള അജണ്ടയിലില്ല. ഫോർവേഡ് ബ്ലോക്ക് വിജയിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ, അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോർവേഡ് ബ്ലോക്ക് നേതാവിനെ ചാത്തന്നൂർ മണ്ഡലത്തിൽ കൊണ്ട് നിർത്താം എന്ന് മാത്രമാണ്. അതായത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൊല്ലം സീറ്റിനെ സംബന്ധിച്ചിടത്തോളം RSPക്ക് മോഹമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസിലെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കും എന്നുള്ളതാണ്. ഏകദേശം 2006 മുതൽ തന്നെ കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൈപ്പിടിയിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അപ്രമാദിത്വത്തോടു കൂടി മത്സരിക്കുന്ന ഒരു സീറ്റ് വിജയം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇനി ബിന്ദു കൃഷ്ണയ്ക്ക് പകരം മറ്റൊരാളെ അവിടെ പരീക്ഷിക്കും. പക്ഷെ ബിന്ദുകൃഷ്ണ കരച്ചിലും ബഹളവുമായിട്ട് വന്നില്ലെങ്കിൽ വേറൊരാൾ തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ പാർട്ടിയിൽ എന്തെങ്കിലും നിബന്ധനകൾ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അതെങ്ങനെ RSPക്ക് കൊടുക്കും? RSP എന്തിനാ അവിടെ വിജയിക്കണം? അവിടെ കോൺഗ്രസ്സുകാരൻ വിജയിക്കില്ലേ? അപ്പോൾ വീണ്ടും വരുന്നു, അടുത്ത RSP വന്നു കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ദേവരാജനെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിന്റെ. അപ്പം അവിടെ കൊണ്ട് മത്സരിപ്പിക്കാൻ വേണ്ടി അവരും വാശി പിടിച്ചു വരുന്നു. ഇവരെ രണ്ടുപേരെയും പാടെ തള്ളിക്കളയും. അതോടെ മലമ്പുഴയും വാമനപുരവും തുടങ്ങി 5 സീറ്റുകളാണ് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് ചോദിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് സംബന്ധിച്ച് എഴുതി ഒരു തങ്ങളുടെ ആവശ്യം, നിർദ്ദേശം എഴുതിക്കൊണ്ട് ഒരു പേപ്പർ UDFന്റെ ചെയർമാന്, അതായത് VD സതീശന് നൽകാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അതിപിന്നാക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 24 വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ അവർ രൂപീകരിച്ചു വെച്ചിരിക്കുന്നത്. അതിലൂടെ ഏകദേശം നിരവധി ആളുകൾ പുതുതായി ചേരുകയും ചെയ്തു. ഈ ഫോർവേഡ് ബ്ലോക്കിലെ അംഗത്വം എടുത്തിരുന്നു. അപ്പോൾ നിരവധി വണിക, വൈശ്യ തുടങ്ങിയ അത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനകത്ത് കൊണ്ട് 24 വിഭാഗങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഭാഗങ്ങളെ രൂപീകരിച്ച് വെക്കുകയും അതോടൊപ്പം അവർ ഉറപ്പ് കൊടുക്കുന്ന 50 ലക്ഷം വോട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഞങ്ങൾക്ക് സംഭാവന, UDFന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയും എന്നൊരു ഉറപ്പും ഈ പറയുന്ന UDFന് നൽകാൻ ഫോർവേഡ് ബ്ലോക്കിന് കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെ 50 ലക്ഷത്തിലധികം വോട്ടുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിപിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട 24 വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുകയും നിലവിൽ കൊല്ലം ജില്ലയിൽ മാത്രം ഒരു ഇട്ടാവട്ടത്തിനകത്ത് ഒതുങ്ങുന്ന RSPയെ പോലൊരു പാർട്ടിയെ പിന്താങ്ങി അടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം കൂടി ഈ പറയുന്ന ഫോർവേഡ് ബ്ലോക്ക് ഉയർത്തുന്നുണ്ട്. അതോടുകൂടി ആ മുന്നണി ബന്ധത്തിൽ എവിടെയൊക്കെ ചില ഉലച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല.
എന്നാൽ അതേസമയം ഈ പറയുന്ന ഇവർ രണ്ടുപേരുടെയും പിടിവാശിക്ക് മുൻപിൽ കോൺഗ്രസ് കൊല്ലം സീറ്റിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വിട്ടുവീഴ്ചകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഇനിയും കൊല്ലം സീറ്റിന് വേണ്ടി ഒരു വലിയ അടിപിടി ഉണ്ടാകാനുള്ള, മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ട്.